ഇന്നില്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നാവും തുമ്പിൽ ശാന്തമീ രാത്രിയും വാദ്യഘോഷാദികളും ഒക്കെയാണ്. കാലും കൈയൊക്കെ അനങ്ങാതിരിക്കുന്നേ ഇല്ല, അങ്ങ് തത്തി കളിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നല്ലേ, നമ്മുടെ തുടരും തന്നെ. തുടരുന്നുള്ളത് അങ്ങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊരു മനോഹരമായിട്ടല്ലേ അതിൻ്റെ ഓരോ ഭാഗങ്ങളും കടന്നു പോയത്. സൂപ്പർ സൂപ്പർ എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഞാനിങ്ങനെ ഗിരീഷറിനോട് ചോദിച്ചു, അതാരാണ് ആ സുന്ദരൻ വില്ലൻ? സാധാരണ വില്ലന്മാരോടൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. വില്ലന്മാർ മറ്റുള്ളവരെ തല്ലുകയും കുട്ടികളെ തല്ലുകയൊക്കെ ചെയ്യുമ്പോൾ സിനിമയാണെങ്കിൽ എനിക്കങ്ങനെ വലിയ പിടിക്കുകയല്ലോ കേട്ടോ. അതുകൊണ്ട് ഞാൻ സിനിമ കാണുന്നത് കുറവാണ്. പിന്നെ അത്രയും സമയം ടെൻഷനൊക്കെ അനുഭവിച്ചിരിക്കുകയും വേണ്ടേ. എന്നാൽ ഇത് ശോഭനാമ്മയുടെ ഉണ്ടെന്നുള്ളത് ഒറ്റ കാരണത്താൽ, പിന്നെ മോഹൻലാൽ സാറുമാണല്ലോ. ഞാൻ തുടരും കാണാൻ പോയി. തുടരും കാണാൻ പോയിട്ട് അടിപൊളി കേട്ടോ. ഞാൻ ഇടയ്ക്ക് കൈയൊക്കെ കൊട്ടിയപ്പോൾ ഗിരീശൻ തന്നെ വഴക്ക് പറഞ്ഞു, ഈ ആൾക്കാർ കാണുന്നു. പക്ഷെ അറിയാതെ അങ്ങ് കൈ കൊട്ടി അങ്ങ് ചിരിച്ചൊക്കെ അങ്ങ് പോയി. എന്തു ഭംഗിയല്ലേ ആ സുന്ദരൻ. അതുപോലെ തന്നെ വില്ലൻ്റെ അഭിനയം. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരോടൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നവരോടാണ് ചിരിച്ചുകൊണ്ട് കഴുത്തീർക്കുന്ന ഒരു ജാതി എന്ന് പറയൂലേ, അതുപോലെ തന്നെ ആയിരുന്നു ആ ജോർജ് സാറിനെ കണ്ടത്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു അന്യായ മനുഷ്യൻ. അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ. മസിലും വിരിച്ചിരുന്ന ഷർട്ടിൻ്റെ കൊളർ അങ്ങോട്ട് പുറക്കി വെച്ചോട്ട് വലിച്ചുള്ള അഭിനയം ഒന്നും പറയാതിരിക്കാൻ വയ്യ. വെരി വെരി സൂപ്പർ. പിന്നെ മോഹൻലാൽ സാറിനെ കുറിച്ച് നമ്മൾ ഒന്നും പറയാനില്ല. അഭിനയത്തെക്കുറിച്ച് അത് നമുക്ക് അതിന് മറ്റൊരു ഉദാഹരണവും ഒന്നും നമുക്കില്ല. ഈ പുതിയൊരു മനുഷ്യനെ കണ്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ തുടരും ഇറങ്ങിയപ്പോൾ തന്നെ അയാളങ്ങ് ഫേമസ് ആയതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. കാരണം എന്ത്, അത്രത്തോളം ആകർഷിക്കുന്ന വില്ലൻ റോളാണെങ്കിലും എല്ലാവരുടെയും മനസ്സിലങ്ങോട്ട് അടിഞ്ഞ് മനസ്സിൻ്റെ തട്ടിലോട്ട് പോയി കിടക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ അഭിനയം. എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓരോ സീനുകളും അദ്ദേഹം അങ്ങോട്ട് അഭിനയിക്കുക മാത്രമല്ല, അഭിനയിച്ച് തകർത്ത് വാരി കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ എത്ര സുന്ദരനായിട്ടാണ് ആ വില്ലൻ അങ്ങോട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരറിയാതിരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരിധിയപ്പോഴാണ് ആലപ്പുഴക്കാരനാണെന്നും പ്രകാശ് വർമ്മ, ജഗന്നാഥ വർമ്മയുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ പുത്രൻ പ്രകാശ് വർമ്മയാണെന്നും പരസ്യ സംവിധായകനാണെന്നൊക്കെ അറിഞ്ഞത്. അടിപൊളി. ഏതായാലും ഇതുപോലെയുള്ള വില്ലന്മാരൊക്കെ ഉണ്ടാകുമ്പം സിനിമ കാണാൻ നല്ല ത്രില്ലാണ്. സുന്ദരനായ വില്ലൻ, അതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ടുള്ള ആക്ഷനും അതുപോലെ കൈ കൊണ്ട് ആക്ഷനും കാലുകൊണ്ട് ആക്ഷനും ബോഡിയുടെ എല്ലാ പാട്ടും വെച്ചുള്ള അത്ഭുതകരമായ ആക്ഷനൊക്കെയാണ് ആ സിനിമയിലെ വേറിട്ട് നിർത്തിയിരിക്കുക. വില്ലൻ കഥാപാത്രത്തെ വേറിട്ട് നിർത്താൻ ഒരു കാരണം. എത്ര അടി കൂടിയെങ്കിലും അവിടെ ഇവിടെയൊക്കെ അടിച്ചങ്ങോട്ട് പരത്തി ഒട്ടിച്ച് വെച്ചാലും നമുക്ക് ആ വില്ലൻ അങ്ങോട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന സുന്ദരനായ, അഭിനയിക്കാൻ നന്നായി അറിയുന്ന, ഘനഗംഭീരമായ സൗന്ദര്യം ഒഴുകി വരുന്ന ശബ്ദം ഒക്കെ അനുഗ്രഹീതനായ നല്ലൊരു അഭിനേതാവാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഈ ഫിലിം ഇഷ്ടമായിട്ടുണ്ടായിരിക്കാൻ കാരണം ഒരു ഭാഗം അദ്ദേഹം ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സിനിമ കാണാത്ത ഞാൻ ഈ സിനിമ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമായി പോയേനെ എനിക്കും തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടും ഡാൻസും അതുപോലെ തന്നെ അടിയും ചിരിയും പിന്നെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പം തുടരും സിനിമ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ, നഷ്ടമൊന്നുമില്ല കേട്ടോ. സുന്ദരനായ വില്ലനെയും അതുപോലെ തന്നെ ശോഭന മേഡത്തിൻ്റെയും അഭിനയം ഒക്കെ നമുക്ക് ഒന്നും കൂടി കാണാം കേട്ടോ.